മണിക്കൂറുകളോളം ഇരുന്ന് പഠിച്ചിട്ട് അടുത്ത ദിവസം പഠിച്ചതിൻ്റെ 70% മറന്നു പോയിട്ടുണ്ടാവും. എന്താ ശരിയല്ലേ? ഭ്രാന്ത് പിടിക്കുന്നുണ്ടല്ലേ? ഇറ്റ് ഈസ് നോട്ട് യുവർ ഫാൾട്ട്. ഇത് നിങ്ങളുടെ തെറ്റല്ല. നിങ്ങളുടെ ബ്രെയിൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കാത്ത കാര്യങ്ങളെ ക്ലിയർ ചെയ്യുന്ന പ്രോസസ്സാണിത്. ജപ്പാനിലെ സ്റ്റുഡൻസ് ഏകദേശം 2000 കാഞ്ചി ക്യാരക്ടേഴ്സ് പഠിക്കുന്നുമുണ്ട്, മറക്കാതെ ലൈഫ് ലോങ് കൊണ്ട് നടക്കുന്നുമുണ്ട്. സോ വാട്ട് ഈസ് ദ സീക്രറ്റ്? നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ മറന്നു പോകുന്നതിനുള്ള പ്രധാന കാരണം നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇറ്റ് ഈസ് നോട്ട് ലാക്ക് ഓഫ് എഫേർട്ട്. നമ്മൾ എഫേർട്ട് കൊടുക്കാത്തത് കൊണ്ടല്ല, നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്, അതാണ് പോയിന്റ്. നമ്മൾ ആദ്യം മുതലേ ശീലിച്ചു വന്ന ചില മെത്തേഡ്സ് ഉണ്ട്. നോട്ട്സ് ഇരുന്ന് വീണ്ടും വീണ്ടും വായിക്കുക, പാരഗ്രാഫ്സ് മൊത്തം ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് ബൈഹേർട്ട് ചെയ്യുക. ഇതെല്ലാം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് തോന്നിയേക്കാം, പക്ഷെ നമ്മുടെ ബ്രെയിൻ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോലെയാണ്. അതായത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ ആഡ്സ് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോകാറില്ലേ? അത്തരത്തിലെ ബ്രെയിന് നമ്മൾ പഠിച്ച കാര്യങ്ങളെ കണക്കാക്കൂ. ബി ഹോണസ്റ്റ്. ഓരോ പേജും ഹൈലൈറ്റ് ചെയ്ത് വെച്ച് കാര്യമായി പഠിച്ചിട്ട് എത്ര തവണ നിങ്ങൾ എക്സാമിന് ബ്ലാങ്ക് ആയിരുന്നിട്ടുണ്ട്? ഇത് നമ്മുടെ തെറ്റല്ല, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫോഗറ്റിംഗ് കർവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ എല്ലാം സൈലൻറ്റ് ഡിസ്ട്രോയർ. 24 മണിക്കൂർ കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളിലധികവും നമ്മുടെ ബ്രെയിൻ വേസ്റ്റ് ബിന്നിൽ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് എന്തൊക്കെയോ കേട്ട പോലെ തോന്നും. പഠിക്കുന്നു മറക്കുന്നു, പഠിക്കുന്നു മറക്കുന്നു, ഇത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ബ്രെയിനിൻ്റെ ഈ സൈക്കിളിനെ നമുക്ക് എങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റും? ജാപ്പനീസ് സ്റ്റുഡൻസ് നൂറ്റാണ്ടുകളായിട്ട് ഇതിനെ ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ഹാർഡ് വർക്ക് അല്ല ചെയ്യുന്നത്, സ്മാർട്ട് വർക്കാണ്. ഇനി പറയുന്നത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള 5 ഹാക്കുകളാണ്. ഇത് നിങ്ങളെ പഠിത്തത്തിൽ മാസ്റ്റേഴ്സ് ആക്കും. ഫസ്റ്റ് വൺ, ആക്റ്റീവ് റീകോൾ. നമ്മൾ കൂടുതൽ ആളുകളും ഫോക്കസ് ചെയ്യുന്നത് ബ്രെയിനിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന കാര്യത്തിലാണ്. റീഡിങ്, വാച്ചിങ്, ഹൈലൈറ്റിങ്, അങ്ങനെ. പക്ഷെ മെമ്മറി സ്ട്രെങ്തൻ ആവുന്നത് ബ്രെയിനിൽ നിന്ന് ഔട്ട്പുട്ട് കൂടുമ്പോഴാണ്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞത് ഒന്ന് ഓർത്ത് നോക്കുക. കണ്ണടച്ചിരുന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ 1 by 1 പറയാൻ ശ്രമിക്കുക. ഒരു പേപ്പർ എടുത്ത് എഴുതാൻ ശ്രമിക്കുക. കിട്ടാത്ത കാര്യങ്ങൾ മാത്രം വീണ്ടും റെഫർ ചെയ്ത് വീണ്ടും ആദ്യം മുതൽ റീകോൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മെൻ്റൽ കണക്ഷൻസ് സ്ട്രോങ് ആവുന്നത്. ഓരോ തവണ ഫെയിൽ ആവുമ്പോഴും നിങ്ങൾ ആ മെൻ്റൽ കണക്ഷൻസ് സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് വൺ, ദ കുമാൻ മെത്തേഡ്. ലേണിംഗ് ഇൻ സ്മോൾ പവർഫുൾ സ്റ്റെപ്സ്. ഇത് വളരെ സിമ്പിളായ ഒരു ഹൈലി എഫക്റ്റീവ് മെത്തേഡാണ്. നമുക്ക് പഠിക്കാനുള്ള മൊത്തം ലെസൺസിനെ എല്ലാം കൂടി ഒറ്റയടിപ്പിലിരുന്ന് പഠിക്കാതെ നമുക്ക് ഓരോ ദിവസവും പഠിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ടോപ്പിക്സായി മാറ്റാം. ജെയിംസ് ക്ലിയർ എന്നൊരു പോപ്പുലർ റൈറ്റർ അദ്ദേഹത്തിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിൽ സിമിലർ ആയ ഒരു മെത്തേഡ് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, പല തുള്ളി പെരുവെള്ളം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? എല്ലാം കൂടി ഒറ്റ ഇരിപ്പിന് പഠിക്കുക എന്ന് കരുതി മടുപ്പ് വരുത്താതെ ചെറിയ ചെറിയ ബൈറ്റാക്കി ഓരോ ദിവസവും കൃത്യമായി പഠിച്ചു തീർക്കാം. തേർഡ് വൺ, സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്പേസ് വിട്ട് വീണ്ടും വീണ്ടും വായിക്കണം. ചെടിക്ക് വെള്ളം വയ്ക്കും പോലെ ഇടവിട്ട്. ഇപ്പോൾ പഠിച്ചാൽ ഇനി 24 മണിക്കൂർ കഴിഞ്ഞ് 2 തവണ വായിച്ചാൽ മതി. പിന്നെ 72 ഹവേഴ്സ് കഴിഞ്ഞ്, പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ, പിന്നെ മാസത്തിലൊരിക്കൽ. ഇങ്ങനെയാണ് പഠിക്കുന്നതെങ്കിൽ മെമ്മറി ഷാർപ്പ് ആവുകയും ചെയ്യും, കുറേ കാലത്തേക്ക് ഓർമ്മയിലുണ്ടാവുകയും ചെയ്യും. PSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആവും. 4ാമത്തെ കാര്യം, 1% ഡെയിലി ഇംപ്രൂവ്മെൻറ്റ്. ഒരു ദിവസം കുറച്ചെങ്കിലും പഠിക്കാതെ ജാപ്പാനീസ് സ്റ്റുഡൻസ് ഉറങ്ങാറില്ല. കൺസിസ്റ്റൻസി ഇസ് ദി കീ. സോ സ്ട്രെസ് ഇല്ലാതെ അവസാനം എല്ലാം കൂടി ഭ്രാന്താകാതെ ഓരോ ദിവസവും കുറേശ്ശെയായിട്ട് പഠിക്കുക. അതായത് 6 മിനിറ്റെങ്കിലും ഒരു ദിവസം ചുരുങ്ങിയത് മാറ്റി വയ്ക്കണം. 2 മിനിറ്റ് പഠിച്ചത് റീകോൾ ചെയ്യാൻ, അടുത്ത 2 മിനിറ്റ് സ്പേസ്ഡ് റിപ്പീറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കണം, അടുത്ത 2 മിനിറ്റ് ഫോക്കസ്ഡ് പ്രാക്ടീസിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 30% ബെറ്റർ ആക്കാം. 5ാമത്തെ ഏറ്റവും അവസാനത്തെ കാര്യം, ദ ആർട്ട് ഓഫ് ഫോക്കസ്. ടെക്നിക്സിനേക്കാളും ഇമ്പോർട്ടൻറ്റ് മൈൻഡ് സെറ്റാണ്. മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഓൾറെഡി ആ മൈൻഡ് സെറ്റ് ഉണ്ട്. ഇത് പഠിക്കേണ്ട സമയമാണെന്ന് സ്വയം മനസ്സിലാക്കുക. ഇതെനിക്ക് വേണ്ടിയാണ്, ഞാൻ തന്നെ വർക്ക് ചെയ്യണം. ഫോക്കസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. പഠിക്കാനായിട്ട് സ്ഥിരം സ്പേസ് ഫിക്സ് ചെയ്യണം. ഡിസ്ട്രാക്ഷൻസ് റിമൂവ് ചെയ്യണം. ഫോൺ, TV, അത്തരത്തിലുള്ള കാര്യങ്ങൾ. യൂസ് സെയിം പെൻ എവറി ഡേ. അതുപോലെ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ക്യാൻഡിൽ തൊട്ടടുത്ത് കത്തിച്ച് വയ്ക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഫോക്കസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഈസ് ദ ടൈം ടു ലേൺ. ചോയ്സ് ഈസ് യുവേഴ്സ്.